മെഷുകളുള്ള ഒരു സർക്യൂട്ടാണ് തന്നിരിക്കുന്നത്. ഇതിനകത്ത് നിന്ന് മെഷ് കറൻറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഡിറ്റർമിൻ ദ മെഷ് കറൻറ്റ് I1 ഇൻ ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ. ഇതിൽ തന്നിട്ടുണ്ട് I1ൻ്റെയും I2ൻ്റെയും I3യുടെയും ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ഓരോ മെഷിലും വരുന്ന ഡയറക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇതനുസരിച്ചിട്ട് നമ്മൾ I1 കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഫസ്റ്റ് മെഷ് ഇക്വേഷൻ എഴുതാം. ഓക്കെ, അതായത് ഫസ്റ്റ് മെഷ് ഇക്വേഷൻ എഴുതുമ്പോഴേക്കും നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിൽ വോൾട്ടേജ് സോഴ്സ് ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഇതിൽ ഈ ഒരു ഫസ്റ്റ് മെഷ് ഇതാണ്. ഇതിൽ വരുന്ന വോൾട്ടേജ് സോഴ്സ് 50 ആണ്. പിന്നെ 10, 5, 3 ഇതിൻ്റെയൊക്കെ ഏക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വോൾട്ടേജ് സോഴ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യം എഴുതുക. ശേഷം അത് റൈസിങ് പൊട്ടൻഷ്യലാണോ ഫോളിങ് പൊട്ടൻഷ്യലാണോ നോക്കുക. ഇത് റൈസിങ് പൊട്ടൻഷ്യൽ, സോ പോസിറ്റീവ് സൈനാണ് ഈക്വൽ ടു. ഇനി ഓരോ എലമെൻറ്റിൻ്റെയും എക്രോസുള്ള വോൾട്ടേജ് ആണ് നമ്മൾ എഴുതേണ്ടത്. അതിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് 10, അതിന് 10 I1 പ്ലസ് 5. അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് I1ഉം I2 ഉണ്ട്. അതിന് ഡയറക്ഷൻ നോക്കാം. ഡയറക്ഷൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു. I1 ആൻഡ് I2 ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ അത് പ്ലസ് സൈൻ ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. ആഡ് ചെയ്തിട്ടാണ് സമ്മാണ് എടുക്കേണ്ടത്. അപ്പോൾ I1 പ്ലസ് I2 പ്ലസ് ഇനിയുള്ളത് 3 ആണ്. അതിൻ്റെ ഡയറക്ഷൻ നോക്കുക. I1ൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, I3യുടെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. സോ മൈനസ് ആണ്, സബ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത്. I1 മൈനസ് I3 50 is equal to 10 I1 plus 5 I1 plus 5 I2 plus 3 I1 minus 3 I3. 50 is equal to, ഞാൻ ആഡ് ചെയ്യുക I1 ടേംസ് എല്ലാം. 10 plus 5 plus 3 18 I1 plus 5 I2 minus 3 I3. The equation number 1. ഓക്കെ, ഇനി നമുക്ക് മെഷ് 2 ഇക്വേഷനാണ് നമുക്ക് എഴുതേണ്ടത്. നമ്മൾ എഴുതിയ മെഷ് 1. നെക്സ്റ്റ് ഇസ് ദ മെഷ് 2 ഇക്വേഷൻ. ഇതുപോലെ തന്നെ മെഷ് 2 ഇതാണ്. മെഷ് 2ൽ വരുന്ന വോൾട്ടേജ് സോഴ്സ് ഉണ്ടോയെന്ന് നോക്കുക. ഉണ്ട്, 10. അത് റൈസിങ് പൊട്ടൻഷ്യലാണ്. അതുപോലെ തന്നെ ഇനി ഓരോ വോൾട്ടേജ് ഡ്രോപ്പുകളുടെ സം എടുക്കുക. 2 I2 പ്ലസ് ഇനിയുള്ളത് 5 ആണ്. ഇതിൻ്റെ ഡയറക്ഷൻ നോക്കുക. ഡയറക്ഷൻ രണ്ടും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ പ്ലസ് സം ചെയ്യുക അല്ലേ. അപ്പോൾ I1 I2 പ്ലസ് I1 എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന മെഷ് I2 ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. പ്ലസ് ഇനിയുള്ളത് 1 ഓമിലൂടെ ഉള്ളത് I3യും I2 ആണ്. ഡയറക്ഷൻ ഒരുപോലെയാണ്. സോ I2 പ്ലസ് I3. ഓക്കെ, നെക്സ്റ്റ് is equal to 2 I2 plus 5 I2 plus 5 I1 plus I2 plus I3. ഓക്കെ, 10 is equal to I1 ടൈംസ് നമുക്ക് ആദ്യം എഴുതാം. 5 I1, I2 ആഡ് ചെയ്യാനുണ്ട്. 5 plus 2 7 plus 1 plus 8 I2 plus I3. ഓക്കെ, ഇനി നമുക്ക് മെഷ് 3 ഇക്വേഷൻ എഴുതാം. മെഷ് 3 ഇക്വേഷൻ ഇതിലേക്ക് വോൾട്ടേജ് സോഴ്സ് 5
പൊളാരിറ്റി ഏതാണെന്ന് നോക്കാം. കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, അതുകൊണ്ട് പോസിറ്റീവ് ടു നെഗറ്റീവ് ഫോളിംഗ് പൊട്ടൻഷ്യൽ, സോ മൈനസ്. ഇനി അതിൽ വോൾട്ടേജ് ഡ്രോപ്പ് എഴുതുമ്പോഴേക്കും 3 ഇൻറ്റു ഡയറക്ഷൻ നോക്കുക, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ I3 മൈനസ് I1 പ്ലസ് 1 ഇൻറ്റു ഡയറക്ഷൻ സെയിം ആണ്, I3 പ്ലസ് I2 മൈനസ് 5 ഇൻറ്റു 3I3 മൈനസ് 3I1 പ്ലസ് I3 പ്ലസ് I2 മൈനസ് 5 ഈസ് ഈക്വൽ ടു മൈനസ് 3I1 പ്ലസ് I2 പ്ലസ് 4I3. ഇക്വേഷൻ 3. അപ്പോൾ നിങ്ങൾക്ക് 3 ഇക്വേഷൻസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ 50 ഈസ് ഈക്വൽ ടു 18I1 പ്ലസ് 5I2 മൈനസ് 3I3. അതുപോലെ സെക്കൻഡ് എന്ന് പറയുന്നത് 10 ഈസ് ഈക്വൽ ടു 5I1 പ്ലസ് 8I2 പ്ലസ് I3. അതുപോലെ തന്നെ മൈനസ് 5 ഈസ് ഈക്വൽ ടു മൈനസ് 3I1 പ്ലസ് I2 പ്ലസ് 4I3. അങ്ങനെ 3 ഇക്വേഷൻസ് നമ്മൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ 3 ഇക്വേഷൻസ് സോൾവ് ചെയ്ത്, അതായത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല, കാരണം 3 വേരിയബിൾ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അങ്ങനെ 3 വേരിയബിൾ വന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ക്രാമേഴ്സ് റൂൾ. ക്രാമേഴ്സ് റൂളിൻ്റെ ഒരു വീഡിയോ, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ എൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അത് അക്കോർഡിംഗ് ടു ക്രാമേഴ്സ് റൂൾ, ഓക്കെ. ഈ ക്രാമേഴ്സ് റൂൾ എന്ന് പറയുന്നത് മെട്രിക്സ് ഫോമിലെ ഈ ഇക്വേഷൻസിനെ നമ്മൾ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇക്വേഷന് മെട്രിക്സ് ഫോമിലേക്ക് നോക്കിയാൽ കോഎഫിഷ്യൻസ് എല്ലാം എഴുതുക. ഫസ്റ്റ് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻ 18, 5 മൈനസ് 3. സെക്കൻഡ് ഇക്വേഷൻ്റെ 5, 8, 1. ഐയുടെ കോഎഫിഷ്യൻസ് എല്ലാം നമ്മൾ എഴുതുകയാണ്. I1, I2, I3. നെക്സ്റ്റ് മൈനസ് 3, 1, 4. I1, I2, I3 ഈക്വൽ ടു ഇക്വേഷൻ എഴുതുമ്പോഴേക്കും V1 50, 10 മൈനസ് 5. ഓക്കെ. നമുക്ക് I1 കണ്ടുപിടിക്കണമെങ്കിൽ I1 എങ്ങനെ കണ്ടുപിടിക്കണം നമ്മൾ പറയുന്നുണ്ട്. I1 ഈസ് ഈക്വൽ ടു 1/delta R -50, 10 മൈനസ് 5. ബാക്കി ഈ ടൈംസ് എല്ലാം അതുപോലെ തന്നെ 5, 8, 1 മൈനസ് 3, 1, 4. ഓക്കെ. നമുക്ക് ഡെൽറ്റ ആർ കണ്ടുപിടിച്ച് നോക്കാം. ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് ആർ, റെസിസ്റ്റൻസ് വാല്യൂ അല്ലേ. ഡിറ്റർമിനൻ്റ് ഓഫ് റെസിസ്റ്റൻസ് വാല്യൂ ആണ്. റെസിസ്റ്റൻസ് വാല്യൂ നമുക്കറിയാം. ഇതൊക്കെയാണ് 18, 5 മൈനസ് 3, 5, 8, 1 മൈനസ് 3, 1, 4. ഓക്കെ. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് 18 ഇൻറ്റു ഈ കോളവും ഈ റോയും പോയി കഴിഞ്ഞാൽ ഉള്ളത് 8 ഇൻറ്റു 4, 32, 1 ഇൻറ്റു 1 മൈനസ് 1 മൈനസ് ഇത് 5. ഈ കോളവും ഈ റോയും പോയി കഴിഞ്ഞാൽ 5 ഇൻറ്റു 20 മൈനസ് 3 ഇൻറ്റു 1 മൈനസ് 3. ഇവിടുത്തെ മൈനസ് അങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 3
മൈനസ് ത്രീ ഇൻറ്റു ഈ റോയും ഈ കോളം പോയി കഴിഞ്ഞാൽ 5 പ്ലസ് 24 to 18 into 31 minus 5 into 23 minus 3 into 29. 18 into 31 എന്ന് പറയുന്നത് 558 minus 115 minus 87 is equal to 558 തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 202 ആൻസർ 356 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെൽറ്റ ആർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഈ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കണം അല്ലേ. ഈ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിതിൽ നിന്ന് I1 കണ്ടുപിടിക്കാം. I1 എന്ന് പറഞ്ഞാൽ 1 ഡെൽറ്റ ആർ ഇൻറ്റു 50 10 minus 5 ഫസ്റ്റ് കോളത്തെ നമ്മൾ ചേഞ്ച് ചെയ്തു. 5 8 1 minus 3 minus 1 4. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കാം. ഡെൽറ്റ ആർ നമുക്കറിയാം 356, അത് അതുപോലെ തന്നെ എഴുതുക. പഴയ പോലെ തന്നെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക. 50 into 8 into 4 32 minus 1 minus 5 into 40 plus 5 minus 3 into 10 plus 40 is equal to 1/356 into 50 into 31 minus 5 into 45 minus 3 into 50. 1/356. 1550 minus 225 minus 150 is equal to 3.35 എന്നുള്ള ആൻസർ നമുക്ക് ആംബിയർ I1 കിട്ടും. 3.35 ആംബിയർ എന്ന് ആൻസർ കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ I1 മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്ക് I1 മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇനി I1 I2 I3 ചോദിച്ചിട്ടുണ്ട്. ഇതേ മെത്തേഡിൽ തന്നെ നമ്മൾ ഓരോ കോളവും ചേഞ്ച് ചെയ്ത് കണ്ടുപിടിക്കുക.